ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പാർട്ട് 6 വീഡിയോ സ്റ്റാറ്റിസ്റ്റിക്സിലെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇക്കോണമിയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. എല്ലാവരും ആ വീഡിയോസും കൂടെ കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയെടുത്ത് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാഷ്. നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളാണ് ഡാഷ്. ഉത്തരം പ്രൈമറി ഡാറ്റ, പ്രാഥമിക ദത്തം. ദ ഡാറ്റ കളക്റ്റഡ് ഫ്രം ദോസ് സോഴ്സ് വിച്ച് ആർ കളക്റ്റഡ് ഏർലിയർ. മുന്നേ ശേഖരിച്ചതിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളാണ് ഡാഷ്. സെക്കൻഡറി ഡാറ്റ, ദ്വിതീയ ദത്തം. ഒറിജിനൽ ഡാറ്റ ഈസ് ഡാഷ്. യഥാർത്ഥ ഡാറ്റ ഡാഷ് ആണ്. ഉത്തരം പ്രൈമറി ഡാറ്റ. പ്രാഥമിക ദത്തം. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഐറ്റംസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി ഈസ് ഡാഷ്. അന്വേഷണത്തിലെ മുഴുവൻ വിവരങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേര്. പോപ്പുലേഷൻ. പോപ്പുലേഷൻ സെൻസസ് ഇൻ ഇന്ത്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് മെത്തേഡ്. കാനേഷുമാരി കണക്കെടുപ്പ് ഏതിന് ഉദാഹരണമാണ്? സെൻസസ് മെത്തേഡ്. സ്റ്റഡി ഓഫ് എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ഈസ് ഡാഷ്. പോപ്പുലേഷൻ്റെ ഒരു ഭാഗത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. സാമ്പിളിംഗ്. മെമ്പേഴ്സ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് ഈക്വൽ ചാൻസ് ഇൻ സെലക്ഷൻ ഓഫ് എ സാമ്പിൾ ഈസ് ഡാഷ്. തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ അംഗങ്ങൾക്കും തുല്യ സാധ്യതയുള്ള സാമ്പിളിംഗ് രീതിയാണ് റാൻഡം സാമ്പിളിംഗ്. The error due to the selection of sample is dash. സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള പിഴവാണ് ഡാഷ്. ഉത്തരം സാമ്പിളിംഗ് എറർ. ക്ലറിക്കൽ എറർ ഈസ് an എക്സാമ്പിൾ ഓഫ് ഡാഷ് എറർ. ക്ലറിക്കൽ തെറ്റുകൾ ഏതിന് ഉദാഹരണമാണ്? നോൺ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് ഏതര പിഴവുകൾ. സർവേ ബിഫോർ ദ ആക്ച്വൽ സർവേ ഈസ് ഡാഷ്. യഥാർത്ഥ സർവേയുടെ മുന്നേയുള്ള സർവേ ആണ് ഡാഷ്. പൈലറ്റ് സർവേ. പ്രിന്റഡ് ഫോം ഓഫ് എ ക്വസ്റ്റ്യനെയർ ഈസ് കാൾഡ് ഡാഷ്. അച്ചടിച്ച ചോദ്യാവലിയുടെ പേര്. ഷെഡ്യൂൾ. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒറ്റയാനെ കണ്ടെത്തി ന്യായീകരിക്കുക. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്രമബദ്ധ സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ലളിതമായ യാദൃശ്ചിക സാമ്പിളിംഗ്, സമൂഹ സാമ്പിളിംഗ്. ആൻസർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ലളിതമായ യാദൃശ്ചിക സാമ്പിളിംഗ്. അതർ 3 ആർ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ്സ്. പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോൺ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, റിസർച്ച് ജേണൽ. വ്യക്തികളോട് നേരിട്ടുള്ള അഭിമുഖം, ടെലിഫോൺ അഭിമുഖം, തപാൽ വഴിയുള്ള ചോദ്യാവലി, ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ. റിസർച്ച് ജേണൽ, കാരണം ഇത് സെക്കൻഡറി ഡാറ്റയാണ്. സെൻസസ് ഓഫ് ഇന്ത്യ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, റിപ്പോർട്ട് ഓഫ് NSSO, റിപ്പോർട്ട് ഓഫ് CSO. മെയിൽ ക്വസ്റ്റ്യനെയർ, തപാൽ വഴിയുള്ള ചോദ്യാവലി. മറ്റുള്ളവയെല്ലാം സെക്കൻഡറി ഡാറ്റയാണ്. സേ ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്നെഴുതുക. ഡാറ്റ കളക്റ്റഡ് ഫ്രം സെൻസസ് ഓഫ് ഇന്ത്യ ഈസ് എ സെക്കൻഡറി ഡാറ്റ. സെൻസസ് ഓഫ് ഇന്ത്യയിൽ നിന്നും ശേഖരിക്കുന്ന ഡാറ്റ ദ്വിതീയ ഡാറ്റയാണ്. ഈ പ്രസ്താവന ശരിയാണ്. സാമ്പിളിംഗ് എറേഴ്സ് മേ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് ലാർജ് സാമ്പിൾസ്. വലിയ സാമ്പിളുകൾ എടുത്താൽ സാമ്പിളിംഗ് പിഴവ് കുറയ്ക്കാം. ശരിയാണ്. പോപ്പുലേഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ് പോപ്പുലേഷൻ. ഈ പ്രസ്താവന തെറ്റാണ്. പോപ്പുലേഷൻ ഈസ് സെയിം ആസ് യൂണിവേഴ്സ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു 2 കാറ്റഗറീസ്. ഗിവ് സ്യൂട്ടബിൾ നെയിംസ് ഫോർ ഈച്ച് കാറ്റഗറി. താഴെ കൊടുത്തിരിക്കുന്നവയെ 2 ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ഉചിതമായ തലക്കെട്ട് നൽകുക. ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, സെൻസസ് റിപ്പോർട്ട്, റിസർച്ച് ജേണൽസ്, മെയിൽഡ് ക്വസ്റ്റ്യനെയർസ്, ന്യൂസ്പേപ്പർ, ഇൻഫർമേഷൻ ഫ്രം കറസ്പോണ്ടൻസ്, NSSO റിപ്പോർട്ട്, ടെലിഫോണിക് ഇൻ്റർവ്യൂ, വെബ്സൈറ്റ്, ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. വ്യക്തികളോട് നേരിട്ടുള്ള അഭിമുഖം, സെൻസസ് റിപ്പോർട്ട്, ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ,
തപാൽ വഴിയുള്ള ചോദ്യാവലി, ന്യൂസ് പേപ്പർ, വിവരസമ്പാദകയിൽ നിന്നുള്ള വിവരങ്ങൾ, NSSO റിപ്പോർട്ട്, ടെലിഫോൺ അഭിമുഖം, വെബ്സൈറ്റ്, വ്യക്തികളുമായി നേരിട്ടല്ലാതെയുള്ള അഭിമുഖം. ഇവയെ നമുക്ക് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്ന ഹെഡിങ്ങിൽ തരംതിരിക്കാം. ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനെയേഴ്സ്, ഇൻഫർമേഷൻ ഫ്രം കറസ്പോണ്ടൻസ്, ടെലിഫോണിക് ഇൻ്റർവ്യൂ, ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവ പ്രൈമറി ഡാറ്റയിൽ പെടുന്നു. ഇനി സെക്കൻഡറി ഡാറ്റയിൽ പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൻസസ് റിപ്പോർട്ട്, റിസർച്ച് ജേർണൽസ്, ന്യൂസ് പേപ്പർ, NSSO റിപ്പോർട്ട്, വെബ്സൈറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഇതിൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും വിടാതെ മുഴുവൻ പഠിച്ച് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക്